ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ ഷോപ്പിങ്ങിന് പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വായോ. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഷോപ്പിങ്ങിന് പോവുകയാണ്. അപ്പോൾ ഈ ഡ്രസ്സാണ് ഇടുന്നത്. ഞാൻ ഇന്ന് പോകുന്നത് എൻ്റെ ഏട്ടൻ്റെ കൂടെയാണ്, എന്നുവെച്ചാൽ കസിൻ ബ്രദർ. അപ്പോൾ ഞാനിങ്ങനെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗായ്സ്, ഇതാണ് എൻ്റെ ഏട്ടൻ. അങ്ങനെ ഏട്ടനെ കൂട്ടിയിട്ട് ഫസ്റ്റ് ഞങ്ങൾ പോയത് കൂൾ ബാറിലേക്കായിരുന്നു. ഒടുക്കത്തെ ചൂടാണ്, അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഞാൻ വാങ്ങിച്ചത് എനിക്ക് തോന്നുന്നു കിറ്റ്കാറ്റ് ഷേക്ക് എന്തോ ആണ്. അങ്ങനെ ഞങ്ങളത് കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഏട്ടനും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അത് ലേറ്റായിരുന്നു വരാൻ, അപ്പോൾ അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ നല്ല തിരക്ക്, നിങ്ങൾക്ക് വെയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒടുക്കത്തെ വെയിൽ ഗായ്സ്. പിന്നെ കേരളത്തിനെ വെച്ച് നോക്കുമ്പോൾ അത്ര വെയിലൊന്നുമില്ല, എന്നാലും വെയിലുണ്ട് ബാംഗ്ലൂർ. പിന്നെ വെയിൽ മാത്രമല്ല ചൂടുമുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ എത്തിയപ്പോഴും ഞങ്ങൾക്ക് ആകെ എന്താ പറയുക, വെള്ളമൊക്കെ വച്ചിട്ടുണ്ട് ഞങ്ങൾ ബോഡിയിട്ട്. അപ്പം ഞങ്ങൾ പിന്നെയും ജ്യൂസ് ആയിരുന്നു കുടിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾ കണ്ടില്ല, കയ്യിലൊക്കെ വാട്ടർ ബോട്ടിലാണ്, അത്രയും ചൂടാണ് ഇവിടുത്തെ അവസ്ഥ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഡ്രസ്സ് കുറേ നോക്കി. എൻ്റെ ഒരു എനിക്കൊരു ഫോക്കസ് ഉണ്ട് ഏത് ഡ്രസ്സ് വേണം എന്നുള്ളത്. അങ്ങനെ ഒരുപാട് കടയിൽ കയറിയിട്ടുണ്ട് ഞങ്ങൾ ഡ്രസ്സിന് വേണ്ടിയിട്ട്. ഞങ്ങളിപ്പോൾ ഉള്ളത് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലാണ്, ബാംഗ്ലൂരുള്ള. അപ്പം ഞാൻ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് കയറിയിട്ട് ഈ കടയിലായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ ഈ ഡ്രസ്സിൻ്റെ റേറ്റ് അറിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു ഏകദേശം പിക്ചർ കിട്ടി. നിങ്ങൾക്ക് എത്ര തോന്നും ഈ ഡ്രസ്സിന്? ഇതിന് ഗൈസ്, നിങ്ങളെ വെറുതെ ഞാൻ ഗസ്റ്റ് അടിപ്പിക്കുന്നില്ല, ഇതിനൊരു ഏകദേശം ഒരു 15ൻ്റെ അടുത്തോളം വരും തോന്നുന്നു. 15ആണോ 18ആണോ എനിക്ക് കറക്റ്റ് ഓർമ്മ വരുന്നില്ല. അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ ബഡ്ജറ്റ് വിചാരിച്ച് 10 അറൗണ്ട്, അല്ലെങ്കിൽ മാക്സിമം പോയ 15 അറൗണ്ട് ആയിരുന്നു വിചാരിച്ചത്. പക്ഷേ ഞങ്ങൾക്ക് വിചാരിച്ചൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കടയിൽ തപ്പന്നിരുന്നു. എല്ലാ സ്ഥലത്തും നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടത് ഗൈസ് ഒരു ഗൗണാണ്. പാർട്ടിക്കാണ് കേട്ടോ അത് ഇടുന്നത്, എന്ന് വെച്ചാൽ കല്യാണത്തിൻ്റെ തലേ ദിവസം ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അവസാനം എനിക്ക് കിട്ടുന്നത് ഗൗണല്ല, പക്ഷേ ഞാനത് ഗൗണാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ക്ഷീണിച്ചു. പിന്നെ ഇപ്പോൾ കണ്ടിട്ട് റെഡ് ഡ്രസ്സില്ലേ, അത് ബഡ്ജറ്റും ഞങ്ങൾക്ക് ഓക്കെ ആയിരുന്നു, ഡ്രസ്സും കുഴപ്പമില്ലാന്ന് തോന്നി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വെച്ചാൽ ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല. ഞങ്ങൾ പറഞ്ഞു ഫുഡ് കഴിച്ച് വന്നിട്ട് വാങ്ങിക്കാമെന്ന്. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇപ്പോൾ ഒരു ഉഷാറ് കിട്ടി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പിന്നെയും കടകളിൽ തപ്പി നോക്കാം, വിചാരിച്ച സാധനം കിട്ടുമോ നോക്കാം. കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇവിടേക്ക് തന്നെ വന്നിട്ട് ഇതന്നെ വാങ്ങിക്കാം എന്നാണ് വിചാരിച്ചത്. അങ്ങനെ അവിടെ കിടന്ന് കുറച്ച് വീഡിയോ ഷൂട്ടും അങ്ങനെയൊക്കെ എടുത്തു. പിന്നെ ഞാൻ ഓൾറെഡി പ്ലാൻഡ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ ഏതൊക്കെ കളർ ഏതൊക്കെ ദിവസം ഇടണമെന്നും എന്തൊക്കെ ഡ്രസ്സ് ഇടണമെന്നും ഓൾറെഡി ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് തപ്പി നോക്കുന്നത്. പിന്നെ ഞാൻ ഏട്ടൻ്റെ കൂടെ ഫസ്റ്റ് ടൈമാണ് ഈ ഷോപ്പിങ്ങിന് വരുന്നത്. ഞാനും ഏട്ടനും തമ്മിൽ ഇതുവരെ ഇങ്ങനെ ഷോപ്പിങ്ങോ അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്തു ഈ സംഭവം. പിന്നെ ഞാൻ ഡ്രസ്സിൽ സസ്പെൻസ് ഒന്നും ഇടുന്നില്ല. ഞാൻ ഈ ഡ്രസ്സാണ് എടുത്തത് ഫോർ പാർട്ടി. അപ്പം അതെടുക്കാൻ കാരണം അതിന് റേറ്റ് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. പിന്നെ അത് മാത്രമല്ല, അത് അവർ ഗൗൺ പോലെ ആക്കി തരാമെന്നും പറഞ്ഞു. പിന്നെ ഈ ഡ്രസ്സിന് കാണിക്കാൻ കാരണം എന്താ വെച്ചാൽ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായി ഗായ്സ്. എനിക്കറിയില്ല, എൻ്റെ മനസ്സിൽ നിന്ന് പോണില്ല ഈ ഡ്രസ്സിൻ്റെ ഒരു പിക്ചർ. പക്ഷെ ഇത് വാങ്ങിക്കാത്തതിൻ്റെ റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പൈസ തന്നെയാണ്. കാരണം എൻ്റെ അടുത്ത് ഇത്ര പൈസ കൊടുക്കാനില്ല ഇപ്പം തൽക്കാലം, അതുകൊണ്ടാണ് ഇത് വേണ്ട വെച്ചത്. പക്ഷേ ഇത് മനസ്സിൽ നിന്ന് പോണില്ല. നമ്മൾ പറയില്ല, നമ്മൾ മനസ്സിൽ എന്തെങ്കിലും പതിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോകാൻ കുറച്ച് സമയം എടുക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെക്കാൻ. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് അതിൻ്റെ പ്രത്യേകിച്ച് ഇഷ്ടമായത് ആ ഡബിൾ ഷെയ്ഡ് വരുന്ന ആ സംഭവമാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ആ റെഡ് ഡ്രസ്സ് ഞങ്ങൾ എടുത്തു. പിന്നെ അത് സ്റ്റിച്ച് ചെയ്യാനൊക്കെ കൊടുക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ ഈ വ്ളോഗിലുള്ളത് മെയിനായിട്ട്. പിന്നെ ഞങ്ങൾ വെറുതെ കുറേ ഷോപ്പിലൊക്കെ കയറി നോക്കി വേറെ എന്തെങ്കിലും ഡ്രസ്സ് മേടിക്കാം, പക്ഷേ ഞങ്ങൾക്ക് ഒരു മൂഡും ഇല്ല. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ക്ഷീണിച്ചിട്ടുണ്ട്. പിന്നെയും ഞങ്ങൾ ജ്യൂസ് കടയിൽ പോയിട്ട് ജ്യൂസ് കുടിക്കൽ തന്നെയായിരുന്നു. ഞാൻ ഏട്ടനെ കൂട്ടിയിട്ട് പർച്ചേസിന് വരാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടൻ സ്പോൺസർ ചെയ്തതാണ് പാർട്ടിക്ക്, ഏട്ടൻ്റെ വകയാണ് ഡ്രസ്സ് എന്നുള്ളത്. അപ്പോൾ ഏട്ടനും ബാംഗ്ലൂരിൽ തന്നെയാണുള്ളത്, ബാംഗ്ലൂർ വർക്ക് ചെയ്യണം ഏട്ടൻ. അപ്പോൾ ഏട്ടൻ എന്നെ വിളിച്ചു, നമുക്ക് രണ്ടാൾക്കും കൂടി പോയിട്ട് പാർട്ടീൻ്റെ ഡ്രസ്സ് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയിട്ട് എടുത്തതാണ് ഈ ഡ്രസ്സ്. പിന്നെ എന്തുകൊണ്ടാണ് ആ ലെഹങ്ക എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ലെഹങ്കയാണ്. അത് ലെഹങ്ക ഞങ്ങൾ ഗൗണാക്കുകയാണ്. അപ്പോൾ ആ ലെഹങ്ക എടുക്കാൻ കാരണം എന്താ വെച്ചാൽ എനിക്ക് റെഡ് ആവണം എൻ്റെ പാർട്ടീൻ്റെ ഡ്രസ്സ് എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അതെടുത്തത്. പിന്നെ അത് അടിക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ റിസൾട്ട് എന്തായാലും നിങ്ങൾക്ക് പാർട്ടീൻ്റെ അന്ന് ഞാൻ വ്ളോഗ് എടുക്കുന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രം. പിന്നെ ഞങ്ങൾ ഒരു 12 മണി ആ സമയത്തായിരുന്നു ഷോപ്പിങ്ങിന് പോയത്. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഉള്ള സമയം നിങ്ങൾ കണ്ടില്ല, വീട്ടിൽ മീൻസ് പേജിലെത്തിയപ്പോൾ തന്നെ. അപ്പോൾ ഞാൻ ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. ലവ് യു.